കൊച്ചേത്താ സാറേ ഇന്നെന്റെ കല്യാണം. എത്ര മണിക്ക്? ഇന്ന് 11 മണിക്ക്. എന്റെ ദൈവമേ, എന്നിട്ട് ഈ 10 ആകുമ്പോഴാണ് കൊച്ചെ വരുന്നത്. ഞാൻ വീട്ടിൽ പോകണം, വേറെ ഉടുപ്പും മുണ്ടും ഇടണം, എന്റെ ഈ നര കറപ്പിക്കണം. ഞാൻ ഇനി വന്ന ചോറും സാമ്പാറും കിട്ടുമോ എനിക്ക്? അയ്യോ അതല്ല, അതുകൊണ്ട് ആ നോട്ടീസ് ബോർഡ് കണ്ടോ? ആ നോട്ടീസ് ബോർഡിൽ ആയിരിക്കും ഞാനാ. മുട്ടസൂചിയല്ല, ആ ഒട്ടിച്ചേക്കുന്ന എന്റെ കല്യാണം എന്നോട് വെച്ചതുകൊണ്ട്. കൊച്ചിന്റെ ആണോ? ആ കഴിഞ്ഞ മാസം. അത് പറയണ്ടേ. കുഞ്ഞുമണി, ഡോട്ടർ ഓഫ് കുഞ്ഞുമോൻ, പുന്നാരിച്ചതിൽ വീട്ടിൽ ചേരിക്കൽ. ഒറ്റമോള് പുന്നാരിച്ച് വളർത്തിയ ഇവിടെ വന്ന് നിൽക്കുന്നേ. ഇപ്പുറത്തിരിക്കുന്ന ചെറുക്കനാന്നോ? ഞാൻ വിചാരിച്ചു വേട്ടാവളിയും ബോർഡെ കൂട് വെച്ചേക്കുമായിരിക്കും. അല്ല, അത് ചെറുക്കനാണ്. കഴിഞ്ഞ മാസം 1-ാം തീയതി ഞാൻ കൊണ്ടുവന്ന അപേക്ഷ വന്നു. പക്ഷെ സാറിനെ ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ. അന്ന് ഞാനൊരു കയ്യേറ്റം തടയാനായിട്ട് പോയതായിരുന്നു. വനഭൂമിയിലാണോ കയറുന്നത്? വനഭൂമി ഒന്നും അല്ലെന്നേ. പിന്നെ എന്റെ അമ്മ ചെല്ലമ്മയും അപ്പുറത്തെ വീട്ടിലെ ശാന്തമ്മാമയും തമ്മിൽ ഒരു വാക്കേറ്റം. അത് കയ്യേറ്റത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് അത് തടയാനായിട്ട് പോയതായിരുന്നു. അല്ല സാർ, ഈ നിസാര കാര്യത്തിന് സാറിന്റെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നത്? സാറിന്റെ ഭാര്യ ഇല്ലയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാ ഈ പുതിയ ബുക്കിന്റെ മണമൊക്കെ. മണം പിടിച്ചല്ലേ? പിന്നെ എനിക്ക് ഭാര്യയില്ല. അതെന്ത് പറ്റി? സത്യം പറഞ്ഞാലേ, ഞാൻ ഈ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഒത്തിരി പെണ്ണ് കണ്ട് നടന്നതാ. പെണ്ണ് കാണാൻ ചെല്ലുന്നിടത്തെല്ലാം ഈ പെണ്ണിന്റെ അച്ഛൻ പറയും സർക്കാർ ജോലിക്കാർക്ക് മോളെ കല്യാണം കഴിച്ചു കൊടുക്കത്തുള്ളത്. അങ്ങനെ ഞാൻ വാശിക്ക് PSC എഴുതി സർക്കാർ ജോലി വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോ ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയും പറയുന്നത് എന്തോന്നറിയാമോ? സർക്കാർ ജോലിക്കാർക്ക് സ്ഥിരതയില്ല, എപ്പം വേണേലും സസ്പെൻഷനോ വിരമിക്കലോ നടക്കും, അതുകൊണ്ട് ഗൾഫുകാരനെ കൊടുക്കത്തുള്ളൂ പെണ്ണിനെ. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു 2-3-4 പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓരോ പെണ്ണിനും ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര കുറ്റമാണ്. മുടി പോരാ, മൂക്ക് പോരാ, കണ്ണ് പോരാ, നിറം പോരാ, അങ്ങനെ ഒന്നും പോരാ അമ്മയ്ക്ക്. അപ്പൊ സത്യത്തിൽ നിങ്ങളുടെ അമ്മ പോരാ? സത്യത്തിൽ പോരാ, പക്ഷെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, അങ്ങനത്തെ പോരെന്നല്ല, നിങ്ങളുടെ അമ്മയെ ശരിക്കും പോര് വഴക്കെന്ന് പറയുമായിരുന്നു. 11 മണിക്ക് കല്യാണം. എല്ലാം ചെയ്യാം. അല്ല കല്യാണം ഇതിപ്പോ കണ്ണിക്ക് വന്നാ മതിയോ? ചെറുക്കൻ വേണ്ട കല്യാണത്തിന്? അല്ല, ചെറുക്കൻ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. എന്താ പിന്നെ രണ്ടുപേരും വന്നാ പോരെ? ഞാൻ കണ്ടിട്ടില്ല സാറേ. എന്തോ അവൻ മായാവി വല്ലോ വന്നു? അതല്ല, ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ടതായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു? ഞാൻ പറയാം. അതെന്തോ സംഭവം. ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു ദിവസം പച്ച ലൈറ്റ് കത്തിച്ചോണ്ടിരുന്നപ്പോ വേറൊരു പച്ച ലൈറ്റ് അപ്പുറത്ത് കത്തി. അപ്പൊ ഞാൻ ആദ്യം ഇവിടുന്ന് ഒരു ഹായ് വിട്ടു, അപ്പൊ അവൻ ഇവിടുന്ന് ഒരു കൂവി വിട്ടു, പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ലവ് വിട്ടു, അവൻ ഇവിടുന്ന് ഒരു ഹാർട്ട് വിട്ടു, പിന്നെ ഞാൻ വീട് വിട്ട് ഇങ്ങോട്ട് വരുന്നു. പച്ച ലൈറ്റ് കത്തിച്ചപ്പോ കിട്ടിയ ബന്ധമാണിത് സോഷ്യൽ മീഡിയയിൽ. അതെ, സോഷ്യൽ മീഡിയയിലെ ബന്ധമല്ലോ ഇങ്ങനെ പച്ച തുടങ്ങും അവസാനം നീല തീരും. സാർ അങ്ങനെ പറയരുത്. എനിക്കൊരു ഫ്ലാഷ് ബാഗ് ഉണ്ട് സാർ. അത് എന്റെ മൊബൈലിലും ഉണ്ട്, ബാക്കിൽ ഫ്ലാഷ്. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊരു കഥയുണ്ട് സാറേ. ആണോ? സാറിന് അറിയാവോ എന്റെ പപ്പയും മമ്മിയും സെപ്പറേറ്റാ? അയ്യോ, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനമ്മയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുമല്ലേ? ചൂടോളം ഒഴിച്ചിട്ടാണ് വേർപെടുത്തുന്നത്. ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചെറുപ്പകാലം മുതലേ അവര് സെപ്പറേറ്റാ. ആണോ? എന്റെ ഡാഡിക്കാണെങ്കിൽ ഏത് സമയവും പൈസ 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 ഈ പൈസ എന്ന് പറയുവാന്ന് വായിന്ന് പൈസ അടിച്ചിറക്കുവാന്ന്. അല്ല, പൈസ 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 എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ സാറേ. ആണോ പപ്പയ്ക്ക്? അപ്പൊ പപ്പ ഭയങ്കര കോടീശ്വരനായിരിക്കുമല്ലോ. ആ വിചാരം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആണ് കിടക്കുന്നത്. പപ്പ ഇപ്പൊ എവിടാ? സിംഗപ്പൂര്. സിംഗപ്പൂർ എവിടാ? നമ്മുടെ ഈ മാന്നാർ കഴിഞ്ഞിട്ട് ഹരിപ്പാട് പോകുന്ന റൂട്ടിൽ. അത് ബുധനൂരാ? ആ, ബുധനൂര്. അപ്പൊ പപ്പ എവിടാ? സിംഗപ്പൂർ. ബുധനൂര്. പിന്നെ ഈ സിംഗപ്പൂർ ഇടയ്ക്ക് കയറ്റി വെച്ചേ അതിന്റെ വെയിറ്റിന് പാറക്കല്ലെടുത്ത് വെച്ചാ പോരായിരുന്നു. അമ്മ എവിടാ വെച്ചാ നിന്റെ? അമരവിള. ഒരിക്കൽ പറഞ്ഞ ഒരു ഇതുമില്ല. നിനക്ക് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടോ? നിനക്ക് എന്തൊക്കെയുണ്ട് നിനക്ക്? സാറിന് അറിയാത്തോണ്ടാ. എന്റെ ചെറുപ്പകാലം മുതൽ എന്റെ പഠനവും ഞാൻ വളർന്നതൊക്കെ എന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നാ. ഓരോ വിശേഷ ദിവസങ്ങളിൽ വരുന്ന വിഷുവിനും ഓണത്തിനും സംക്രാന്തിക്കും ഒക്കെ വരുന്ന സമ്മാന പൊതുകളിലായിരുന്നു എന്റെ പ്രതീക്ഷ ഞാൻ വളർത്തിയത്. എനിക്ക് ആരും സ്നേഹം തന്നിട്ടില്ല സാറേ. സത്യം പറഞ്ഞ എല്ലായിടവും ഞാൻ ഒറ്റയ്ക്കായിരുന്നു സാറേ. നിർത്തിയില്ലായിരുന്നു ഈ എമു ഇപ്പൊ മുട്ടയിട്ടൂടെ. എന്താ പരിപാടി വെച്ചാൽ നിന്റെ എമു ഡാൻസിന് വന്നാന്നു മറ്റേ ജീവനും പോയി. മര്യാദയ്ക്ക് അവിടെ നിൽക്കാം. വെള്ളം കുടിച്ചിട്ട് പോട്ടെ. എന്തൊരു കഷ്ടമാണ് ഇത്. കുഞ്ഞുമണി, സത്യം പറഞ്ഞ
എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഞാൻ ഡാൻസ് കളിക്കുമോന്നോ? അതല്ല വീര് ഇവിടെ വരുമോന്ന്. ഇനി എല്ലാരോടും എനിക്ക് പറയാമല്ലോ. എന്ത്? നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയാമോ? ആണൊരുത്തൻ പുറകിലുള്ളതാ. ഞാൻ വീരന്റെ പെണ്ണാണ്. എന്നാലും വീര് എന്താ ഇത്ര വരാ താമസിച്ചത്? അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുമോ? പപ്പ അവിടെ നോക്കിയിരിക്കുമല്ലോ. പിന്നെ പപ്പ ഉണ്ട്, മമ്മി ഉണ്ട്, എല്ലാരും നോക്കിയിരിക്കുക. ഞാൻ നോക്കിട്ട് പപ്പ കിടന്ന് ഉറങ്ങുന്നു, ഊരിയിട്ട വാറ് ചെരുപ്പ് പോലെ. അതെങ്ങനെ? ഇങ്ങനെ കിടന്നുറങ്ങുന്നു. ഞാൻ പിന്നെ നേരെ വാതിൽക്കെട്ട് വന്നപ്പോ ഞങ്ങളുടെ അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്നേ. ഞാൻ അപ്പൂപ്പന്റെ പുറത്തോട്ട് ജമ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പവും ചാടി എഴുന്നേറ്റു. പക്ഷെ എനിക്ക് അപ്പൂപ്പന്റെ അമ്മൂമ്മ ഭയങ്കര ഇഷ്ടോ. ഞാൻ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ നടുക്ക് കിടന്ന ഉറങ്ങുന്നത്. ഈ പ്രായത്തിലോ? അതെന്തോ? എനിക്കതിക്ക് കറണ്ട് പോയാലും കാറ്റ് കിട്ടും. അതെങ്ങനെ? ഞങ്ങളുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയ്ക്ക് പല്ലില്ലല്ലോ. അവരിച്ചിട്ട് കിടന്നിട്ട് ശ്വാസപ്പെടുമ്പോ എനിക്ക് 2 സൈഡിൽ കാറ്റ് കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വീര് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നു? നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ നേരെ വീട്ടിൽ പോകും. എന്നിട്ട് എന്റെ പപ്പയുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയും. എന്താ പറയാ? സോറി, എനിക്കൊരു അബദ്ധം പറ്റി, അകത്ത് കയറ്റട്ടെ എന്ന്. അങ്ങനെ പറയാ. പക്ഷെ എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കും. സാറിനെ വിളിക്കട്ടെ? സാർ നേരത്തെ തിരക്കായിരുന്നു. നമ്മുടെ കാര്യം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറിനെ വിളിക്കട്ടെ? സാറേ നീരെത്തി. സാറേ നീരെത്തി. നീരാണെങ്കിൽ ഇച്ചിരി കുഴമ്പ് വെച്ച് ആവി പിടിക്കും. അതല്ല, എന്റെ ക്രഷ് നീരെത്തി. സാറേ ഇതാ എന്റെ ക്രഷ്. കല്യാണം കഴിക്കാൻ പോകുന്ന പ്രതിസുത വരൻ. പേന എടുക്കട്ടെ, പേന താഴെ പോയി. കിട്ടിയില്ലേ സാറേ? കിട്ടി സാറേ സമയം കഴിഞ്ഞു പോകുന്നു. സാറേ സമയം ഞാനാണ് സമയം തീരുമാനിക്കുന്നത്. ഞാനാണ് സമയം തീരുമാനിക്കുന്നത് കേട്ടോ. എന്താടാ പേര് നിന്റെ? നിർവികാരൻ. ഞാൻ നീരെന്ന് വിളിക്കും. ആണോ? കിടുക്കം പേരാ കേട്ടോ, കിടുക്കം പേരാ. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞോണ്ടാണ്. രണ്ടുപേരും അടുത്തിട്ടേക്ക്. ഉറപ്പല്ലയോ? പോറ്റത്തില്ലയോ? നല്ലോണം ജയിക്കത്തില്ലയോ? നല്ല ഉറപ്പാ സാറേ. പക്ഷെ അവനാ ഉറപ്പില്ലല്ലോ. നല്ല ഉറപ്പുണ്ട്. ഉറപ്പട്ടെ. നിന്റെ പേര് നിർവികാരൻ. അതെ. അച്ഛന്റെ പേരെന്തുവാടാ? രോമാഞ്ചൻ. KP രോമാഞ്ചൻ. രോമാഞ്ചൻ. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞോണ്ടാന്നോ? ഇല്ല. ഓക്കെ. അപ്പൂപ്പന്റെ പേര്? അപ്പൂപ്പന്റെ പേര് കോരിത്തരിപ്പൻ. ഓക്കെ. അമ്മൂമ്മയുടെ പേര്? ഉളകിത. അമ്മയുടെ പേര് പറ? തീർപ്പുമുട്ടി. നിന്റെ കേടേ കിടന്നായിരിക്കും തീർപ്പ് മുട്ടിയത്. കൊച്ചിനെ പോറ്റാനുള്ള സംഭവമൊക്കെ ഉണ്ടോ നിനക്ക്? അച്ഛന് വരുമാനമില്ല, അത് വെച്ച് പോറ്റാ. അച്ഛന് വരുമാനമുണ്ട്, അത് മതി. നിനക്കൊരു വരുമാനം ആകുന്നത് വരെ അച്ഛൻ വരുമാനം കൊടുക്കുമല്ലോ. ഓക്കെ. അപ്പോ നമ്മുടെ എല്ലാ എഴുത്തുകുത്തുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പിടും അച്ഛാ. ഞാനാണോ ആദ്യം ഒപ്പിടുന്നത്? ഒപ്പിടും. ലേഡീസ് ഫസ്റ്റ്. ഒപ്പിട്ടോ. ഒപ്പിട്ടോ. പിന്നെ കൊച്ചേ എന്താ പറയട്ടെ, ഒരു കാരണവന്റെ സ്ഥാനത്ത് നിന്ന് പറയുവാന്ന് വിചാരിച്ചാൽ മതി. അതത്രേ ഉള്ളൂ. നമ്മളൊരു പുതിയ ജീവിതത്തിലോട്ട് കടക്കുകയാണ്. പലതും നമ്മൾ പെണ്ണുങ്ങൾ സഹിച്ച് ക്ഷമിച്ചും നമ്മള് സഹിച്ച് ക്ഷമിച്ചിരിക്കണം. എടാ കൊണ്ടുപോടാ, ഇവന് ഒപ്പിട്ടില്ല കേട്ടോ. മതി കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് ചെല്ലും. അമ്മയമ്മയൊക്കെ ചിലപ്പോൾ വേറെ സ്വഭാവമായിരിക്കും. പേപ്പർ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അതങ്ങനെ ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്തോളാം. പേപ്പർ വേണം. ഒപ്പിട്ടില്ലേ? ഒപ്പിടാ അറിയത്തില്ല. കല്യാണം കാറ്റാൻ നടക്കുക. തമ്പിടാം. തമ്പിയോ? തമ്പിയല്ലെന്ന്, തമ്പ് മതി. ഇങ്ങോട്ട് വാ. വിദ്യാഭ്യാസമില്ലാതെ കല്യാണം കഴിക്കാൻ നടക്കൂടാ. വിദ്യാഭ്യാസമില്ലാതെ കല്യാണം കഴിക്കാൻ നടക്കുമോടാ നീ വിദ്യാഭ്യാസമില്ലാതെ. അപ്പൊ ഓക്കെ. പിന്നെ ജീവിതത്തിലോട്ട് കടക്കുകയാണ്. നിങ്ങൾ എന്തായാലും അച്ഛനെയും അമ്മയും വെറുപ്പിച്ചോണ്ടൊക്കെയാണ് ഈ സംഭവം ചെയ്യുന്നതെന്ന് ഓർത്തോണം. അപ്പൊ ഇനിയുള്ള ജീവിതത്തില് അവരാരും നിങ്ങളുടെ കാണത്തില്ല. ഇത്രയും നാളും നിങ്ങളെ പോറ്റി വളർത്തിയിട്ട് നിങ്ങൾക്ക് ആഹാരം തന്ന് നിങ്ങളെ കാക്കയ്ക്കും മരുന്നിനും കൊടുക്കാതെ വളർത്തിയതാണ്. അപ്പൊ ഇനിയുള്ള കാലം ആരും കാണത്തില്ല. അത് ഓർത്തിട്ട് വേണം കേട്ടോ. പൂച്ച വെച്ച് കിടക്കുന്നു.